ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്വപ്നതുല്യമായൊരു റാലിയാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. ലാസ്റ്റ് ഫ്രൈഡേ 24,008 എന്നുള്ള ഒരു ലെവലിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്ത് 24,924 എന്ന ലെവലാണ്. ഏകദേശം 900 പോയിൻറ്റിൻ്റെ ഒരു വമ്പിച്ച റാലിയാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. അതായത് 3.82% ഒരു അപ്സൈഡ് മൂവ്. അപ്പോൾ നിഫ്റ്റി ഇന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ റെസിസ്റ്റൻസ് ലെവലുകളും തകർത്തിട്ടാണ് മുന്നോട്ട് പോയത്. അതായത് 24,300 എന്നുള്ള ലെവൽ ആദ്യം തകർത്തു, അത് കഴിഞ്ഞ് 24,500 തകർത്തു, പിന്നെ 24,800 കടന്നിട്ടാണ് ഈ 25,000 അടുത്ത് എത്തി ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിങ്ങിന് സമയത്ത് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 25,075 എന്ന ലെവലിൽ നിലയുറപ്പിച്ചതായിട്ട് കാണാം. അപ്പോൾ അടുത്ത് തന്നെ നിഫ്റ്റി 25,000 ക്രോസ് ചെയ്യും എന്നുള്ള ഒരു ലെവലിലാണ് നമുക്കിപ്പോൾ നിഫ്റ്റി കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് ഈ നിഫ്റ്റിയിലുണ്ടായിട്ടുള്ള ഈ 3.8% ഈ ഒരു കുതിപ്പ്, ഇതേപോലെ ഒരു ഹയസ്റ്റ് വൺ ഡേ ഗെയിൻ ഏറ്റവും അവസാന നിഫ്റ്റി ഉണ്ടാക്കിയത് 2024, അതായത് കഴിഞ്ഞ വർഷം ജൂൺ 3-ാം തീയതിയാണ്. അന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇതേപോലെ 3% മുകളിലുള്ള ഒരു റാലി അന്ന് നടക്കുകയുണ്ടായി. അപ്പോൾ അന്ന് അത്തരമൊരു റാലിക്ക് കാരണമായത് എക്സിറ്റ് പോൾ റിസൾട്ടിൽ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്നും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വീണ്ടും തേർഡ് ടേമിലേക്ക് വരുമെന്നുമൊക്കെയുള്ള ആ ഒരു എക്സിറ്റ് പോൾ റിസൾട്ട് വന്നതിൻ്റെ ഒരു റെസ്പോൺസ് ആയിരുന്നു അന്ന് നിഫ്റ്റിയിൽ വമ്പിച്ച റാലി ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുശേഷമാണ് ഏകദേശം ഒരു വർഷത്തിനടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനെയൊരു റാലി ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ നമുക്കറിയാം ഈ 900 പോയിൻറ്റിൻ്റെ ഈ ഒരു റാലിക്ക് കാരണമായത് തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ആ ഒരു ബോർഡർ ടെൻഷൻ്റെ ആ സീസ് ഫയറാണ്, അല്ലെങ്കിൽ ആ ഒരു അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു വെടിനിർത്തലാണ് ഇങ്ങനെയൊരു മൊമെൻ്റം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ അപ് ട്രെൻഡിൽ പോവുകയായിരുന്ന മാർക്കറ്റിനെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു യുദ്ധം പിറകോട്ട് വലിച്ചത്. അപ്പോൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാറിലേക്ക് നീങ്ങുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ച ആ ഒരു ബോർഡർ ടെൻഷൻ അത് മാർക്കറ്റിൽ വലിയൊരു തിരിച്ചടി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ആ ഒരു യുദ്ധം പെട്ടെന്ന് അവസാനിച്ചു എന്നുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നീജർക്ക് റിയാക്ഷനാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇതൊരു ട്രിഗർ പോയിൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ബുൾസ് വളരെ ആക്റ്റീവായിട്ട് മാർക്കറ്റ് ഇടപെടുകയും വലിയ തോതിലുള്ള ബൈങ് നടക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഇന്ത്യ പാക് വാറുകളൊക്കെ പൊതുവേ ഒരു നോൺ എസ്കലേറ്റിംഗ് നേച്ചറിലുള്ള ഒരു വാറാണ്. അധികകാലം നീണ്ടു നിൽക്കാത്ത യുദ്ധങ്ങളാണ് പൊതുവേ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എപ്പോഴൊക്കെ ഈ ഒരു ജോഗ്രഫിക്കൽ ടെൻഷൻസ് ഇന്ത്യ പാക്കുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ ഉടൻ തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു റീബൗണ്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ കാണാൻ കഴിയുക. ഇപ്പോൾ ഉറി സ്ട്രൈക്ക് ഉണ്ടായ സമയത്തും അതുപോലെ ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് ഉണ്ടായ സമയത്തും കാർഗിൽ വാർ സമയത്തും ഒക്കെ ഈ ഒരു റീബൗണ്ട് പിന്നീട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ റിക്കവറിയൊക്കെ കുറച്ച് സമയമെടുത്താണ് ഉണ്ടായതെങ്കിൽ ഇത് ഒറ്റ ദിവസം കൊണ്ടാണ് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ന്യൂസ് പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, അതായത് DGMO, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഈ DGMOകൾ നേരിട്ട് മീറ്റ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇനിയുള്ള ഫർദർ ടെൻഷൻസ് ഇല്ലാതാക്കാനുള്ള ചർച്ചകൾ നടത്തുമെന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സീസ് ഫയർ കാരണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ 3% ആണ് മുന്നോട്ട് പോയതെങ്കിൽ പാകിസ്ഥാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 9% ഒരു വമ്പിച്ച റാലിയാണ് നടന്നത്. ഒരു സമയത്ത് കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് 60 മിനിറ്റ് അവർ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ റെസ്പോൺസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു യുദ്ധം ഒരിക്കലും ഇൻവെസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ വിപണിയിൽ ഈ റാലിക്ക് സപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് US-ഉം ചൈനയും തമ്മിലുണ്ടായ ട്രേഡ് ഡീല് അത് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തിയെന്നും അങ്ങനെ ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നതുമൊക്കെ US മാർക്കറ്റിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈന ട്രേഡ് ഡീല് യഥാർത്ഥത്തിൽ 2 ദിവസമായിട്ട് നടക്കുന്ന ഒരു മാരത്തോൺ ചർച്ചയായിരുന്നു അത്. അപ്പോൾ ആ ഒരു നെഗോഷിയേഷൻ നടന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. അപ്പോൾ അതിൽ US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസൻറ്റും അതുപോലെ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ജെമേസൺ ഗ്രീറും ഒക്കെ പങ്കെടുത്ത് നടത്തിയ ഒരു മീറ്റിംഗ് ആണ്. അവിടെ ചൈനീസ് ഡെലിഗേഷനെ നയിച്ചത് അവിടുത്തെ വൈസ് പ്രീമിയർ ആയിട്ടുള്ള ഹീ ലിഫ്ലങ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ നടന്ന 2 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ചർച്ചയുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് അവരൊരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് സബ്സ്റ്റാൻഷ്യൽ പ്രോഗ്രസ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഭാവിയിൽ ഇനി ചൈനയും US-ഉം തമ്മിലുള്ള ആ ഒരു ട്രേഡ് ഡീലുകൾ ആ ഒരു ലോങ് ടേം നേച്ചറിൽ കുറച്ചുകൂടി മ്യൂച്വലി രണ്ടുപേർക്കും ബെനിഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനാണ്
അവർ ഫൈനലായി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ട്രേഡ് വാറിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേരും ഉയർത്തിയിട്ടുള്ള താരിഫൊക്കെ തീർച്ചയായിട്ടും അത് പിൻവലിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് ഈ ഒരു ചർച്ചകളിൽ നിന്ന് ഉയർത്തിരിഞ്ഞ് വന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രേഡ് ഡീലിൻ്റെ ഫൈനലായിട്ട് വിജയിക്കുന്നത് ചൈനയാണ്. കാരണം അവർ തുടക്കത്തിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ട്രേഡ് താരിഫുകൾ നിശ്ചയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നെഗോഷിയേഷനിലൂടെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ചെയ്യണമെന്ന് അവർ തുടക്കത്തിൽ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ US വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും US മാർക്കറ്റും ആഗ്രഹിച്ചത് ഇത്തരത്തിലൊരു ട്രേഡ് ഡീൽ തന്നെയാണ്. കാരണം അവിടെ US ഫ്യൂച്ചേഴ്സ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് 2% മുതൽ 4% മുന്നേറ്റമാണ് ഫ്യൂച്ചേഴ്സിൽ കാണുന്നത്. ഇപ്പോൾ ഡൗ ജോൺസ് ആയാലും അതുപോലെ നാസ്ഡാക്ക് ആയാലും S&P 500 ആയാലും എല്ലാം അപ്സൈഡിലേക്ക് പോയതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് കൂടാതെ USഉം UKയും തമ്മിൽ അവരൊരു ഗ്ലോബലി ഒരു ട്രേഡ് ഡീലിലേക്ക് പോയിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയും UKയും തമ്മിലുള്ള ട്രേഡ് ഡീലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ഡീലുകൾ വ്യാപകമായിട്ട് വരികയും ഈ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള അനിശ്ചിതത്വങ്ങളും എല്ലാം ഇല്ലാതാവുകയുമാണ്. അതുപോലെ ട്രംപും അദ്ദേഹത്തിൻ്റെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസ്താവനകളും ഇനി വേൾഡ് മാർക്കറ്റിൽ വലിയ തോതിൽ സ്വാധീനിക്കുകയില്ല എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനും ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപും താരിഫും ഇനിയൊരു നോൺ ഇവൻ്റ് ആയിട്ട് മാറുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ മറ്റൊരു പോസിറ്റീവായിട്ടൊരു വാർത്ത ഗ്ലോബലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് റഷ്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനും അതുപോലെ ഉക്രൈൻ കൗണ്ടർ പാർട്ടായിട്ടുള്ള സെലൻസ്കിയും തമ്മിൽ അവർ തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ചിട്ട് നേർക്കുനേർ ഒരു യുദ്ധവിരാമത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അത് മെയ് 15 നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം റഷ്യ ഉക്രൈൻ വാർ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കുകയും അത് വേൾഡ് ട്രേഡ് മൂവ്മെൻറ്റിനെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു. ഇത് കൂടാതെ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു കാര്യം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ് ആയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അവർ ബൈങ് നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ലാസ്റ്റ് ദിവസം മാത്രമാണ് അവർ ഒരു സെല്ലിംഗ് നടത്തിയായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ മാർക്കറ്റിൻ്റെ FII DIIs ആക്ടിവിറ്റി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ വീക്കായിക്കൊണ്ടിരുന്ന ഇന്ത്യൻ റുപ്പി ഇന്ന് കൂടുതൽ ശക്തി പ്രാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് 84 താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. 85 എന്ന ലെവലിലായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ഇന്ത്യ വിക്സിലാണ്. ആ വോളറ്റിലിറ്റി ഇൻഡെക്സ് 18 തിരിച്ചു വന്നതായിട്ട് കാണാം. ഇന്ന് ആ 21 എന്നുള്ള ലെവലിൽ നിന്നും ഏകദേശം 15% താഴോട്ടേക്ക് വന്നിട്ട് വിക്സ് അതിൻ്റെ വോളറ്റിലിറ്റി നോർമലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ഓവറോൾ സ്റ്റോക്കുകളുടെ ഒരു പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത 83% സ്റ്റോക്കുകളും ഇന്ന് അഡ്വാൻസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ തകർപ്പം ബൈങ്ങാണ് നടന്നിട്ടുള്ളത്. അത് ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്ന വ്യത്യാസമില്ലാതെ എല്ലാ അക്രോസ് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളും വലിയ തോതിൽ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മുന്നോട്ട് പോയത് സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പുമാണ്. 4%-ലധികം സ്മോൾ ക്യാപ്പും അതുപോലെ 4.6% മൈക്രോ ക്യാപ്പും മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ സെക്ടോറൽ ഇൻഡെക്സുകളിലേക്ക് വന്നാൽ ഇന്നത്തെ മാർക്കറ്റിനെ ലീഡ് ചെയ്തത് നിഫ്റ്റി IT ഇൻഡെക്സ് ആണെന്ന് കാണാൻ കഴിയും. 6% വമ്പിച്ചൊരു റാലിയാണ് അവിടെ നടന്നത്. അതുപോലെ തന്നെ മെറ്റലും റിയാലിറ്റിയും ഇതേ രീതിയിലുള്ള ഒരു റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും US ഉണ്ടായിട്ടുള്ള ആ ഒരു മാർക്കറ്റ് റിക്കവറി അത് IT സ്റ്റോക്കുകളിൽ ഒരു പുതിയ ഉണർവ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 1% താഴെ മാത്രം അപ്സൈഡ് മൂവ് കാണിച്ച മാർക്കറ്റിലെ സെക്ടർ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് ഡിഫൻസ് സെക്ടറാണ്. നമുക്കത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം യുദ്ധത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം മാറിയതോടുകൂടി ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളുടെ ഡിമാൻഡ് കുറഞ്ഞതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഡിഫൻസ് സെഗ്മെൻറ്റിൽ 0.7% ഒരു റാലി മാത്രമാണ് ഉണ്ടായത്. അതുപോലെ ഫാർമ സെഗ്മെൻറ്റിലും ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലും തീരെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾ നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് വന്നാൽ ഏറ്റവും വലിയ റാലി നടന്ന 3 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസും ഇൻഫോസിസും ശ്രീറാം ഫിനാൻസുമാണ് നിഫ്റ്റി 50 ഏറ്റവും വലിയ റാലി നടന്നിട്ടുള്ളത്. 7% കൂടുതൽ റാലിയാണ് ഈ 3 സ്റ്റോക്കുകൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ നിഫ്റ്റി ടോപ്പ് 100 ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഈ നിഫ്റ്റി 50 കമ്പനി കൂടാതെ നമുക്ക് കാണാൻ കഴിയുന്നത് അദാനി എനർജി സൊല്യൂഷൻ, ഇൻഡിഗോ എയർലൈൻസ്, IRFC, DLF, REC, PFC, ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി പോലെയുള്ള സ്റ്റോക്കുകളിലും 7% റാലി ഇന്ന് നടന്നതായിട്ട് കാണാൻ കഴിയും. ഇനി നമ്മൾ നിഫ്റ്റി 500 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ 10%-ലധികം റാലി നടന്ന സ്റ്റോക്കുകൾ
11 സ്റ്റോക്കുകൾ കാണാൻ കഴിയും. ഇപ്പോൾ സിർമ SGS ടെക്നോളജി, സെറ സാനിറ്ററി വെയർ, RVNL, ആർ പവർ, സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്ര, അതുപോലെ HFCL, JBM ഓട്ടോ, IFCI, ഒലക്ട്ര ഗ്രീൻ ടെക്, ജൂപ്പിറ്റർ വാഗൺ, ഹിന്ദ് കോപ്പർ പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ 10% കൂടുതൽ റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിലുള്ള ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പിക്ചറാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപ് ട്രെൻഡ് ഇപ്പോൾ നിലവിൽ 25,200 വരെ പോകാനുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ നിഫ്റ്റി ചാർട്ടുകളിൽ കാണാൻ കഴിയുന്നത്. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ചെറിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും പല സ്റ്റോക്കുകളിലും ഉണ്ടാവും. ഇപ്പോൾ നിലവിലുള്ള ഈ റാലി ഒരു പുൾ ബാക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്തരം അവസരങ്ങൾ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു അവസ്ഥയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇനി എപ്പോഴാണോ ഡിപ്പാകുന്നത് ആ സമയത്ത് സപ്പോർട്ട് ലെവലുകളിൽ ബൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരമാവുക എന്ന് തോന്നുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.